ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ നേരത്തെ ബീഫ് പൊരിച്ചെടുത്തിട്ടുണ്ടായിന്, അപ്പോൾ അതിലുള്ള ഓയിലാണ് ഞാൻ പിഴിഞ്ഞിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അത് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ഇട്ട് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ബീഫ് ഞാൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് അത് ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിലുള്ള വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേവിച്ച വെള്ളം കൂടി ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ അത് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എനിക്കൊരു 10-15 വിസിലോളം എടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ആ കറി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എങ്ങനെയുണ്ട്?